എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് MCQs, അഡോളസൻറ്റ് സൈക്കോളജിയുടെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിയർ ഗോസ് ദ ഫസ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് എ വീഡിയോ ഫയൽ ഫോർമാറ്റ്? തന്നിരിക്കുന്നതിൽ വീഡിയോ ഫയൽ ഫോർമാറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ AVI, MOV, MP4, JPEG ആൻഡ് ദ ആൻസർ ഈസ് JPEG. AVI കുറിച്ച് പറയുകയാണെങ്കിൽ ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്ഡ് ആണ്, MOV ക്വിക്ക് ടൈം ആണ്, MP4 ഡിജിറ്റൽ മൾട്ടിമീഡിയ കണ്ടെയ്നറാണ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് JPEG, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. ഇതിൻ്റെ ഫുൾ ഫോമും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് SMTP is an acronym for. Options are Simple Mail Transport Protocol, Simple Mail Terminal Protocol, Simple Mail Transfer Protocol, Simple Mail Transition Protocol. And the correct answer is option C, Simple Mail Transfer Protocol. ICT യുഗത്തിൽ ഇങ്ങനെയുള്ള അക്രോണിംസ് അബ്രിവേഷൻസ് പഠിച്ചു വയ്ക്കാൻ നല്ലതാണ്. ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, LAN WAN തുടങ്ങിയുള്ള കുറേയധികം ICT അബ്രിവേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുന്നതും പഠിച്ചു വയ്ക്കുന്നതും പരീക്ഷയ്ക്ക് ഉചിതമായിരിക്കും. And the third one is, which of the following is not an web browser? Options are Internet Explorer, Mozilla Firefox, Google Chrome and Yahoo. And the answer is Yahoo. ബാക്കി ഈ പറയുന്ന മൂന്നെണ്ണം ബ്രൗസേഴ്സ് ആണ്, യാഹു മാത്രമാണ് സെർച്ച് എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ചോദ്യം പറയുകയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നാണ്. ഇവർ ബാക്കി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണെങ്കിലും മോസില്ല ക്രോം ആണെങ്കിലും ഗൂഗിൾ ക്രോം ആണെങ്കിലും ഈ മൂന്നെണ്ണം ബ്രൗസേഴ്സാണ്, യാഹു മാത്രം സെർച്ച് എഞ്ചിനാണ്. ഇപ്പോൾ ബ്രൗസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിൾ സഫാരി, ഒപ്പേറ, QQ ബ്രൗസർ, ഡോൾഫിൻ ബ്രൗസർ ഇതൊക്കെ ബ്രൗസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ സെർച്ച് എഞ്ചിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യാഹു, ഗൂഗിൾ, ബിങ്, യാൻഡെക്സ്, CC സെർച്ച്, ജിബ്രു ഇതൊക്കെ സെർച്ച് എഞ്ചിൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് ചോദ്യം. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് യാഹു, അതേഴ്സ് ആർ ബ്രൗസേഴ്സ്. അപ്പോൾ ബ്രൗസർ എന്താണ്, സെർച്ച് എഞ്ചിൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുന്നത് പരീക്ഷയ്ക്ക് നന്നായിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വാട്ട് ഈസ് ബിബ്ലിയോമെട്രി? ഓപ്ഷൻസ് ആർ ഫംഗ്ഷൻ ഓഫ് ലൈബ്രറി നെറ്റ്വർക്ക്, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സർവീസ്, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ടൂൾ ആൻഡ് ലൈബ്രറി സർവീസ്. ആൻഡ് ദ ആൻസർ ഈസ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ടൂൾ. ഇപ്പോൾ ബിബ്ലിയോമെട്രി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് ടൂളാണ്. ബിബ്ലിയോഗ്രഫി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞത് റെഫറൻസ് ആണ്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ? തന്നിരിക്കുന്ന ടൂൾ അല്ലാത്തത്. അനക്ടോട്ടൽ റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ്, സോഷ്യോമെട്രി ആൻഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ആൻഡ് ദ ആൻസർ ഈസ് സോഷ്യോമെട്രി. സോഷ്യോമെട്രി ഇതിൽ ഒരു ടെക്നിക്കാണ്, അല്ലാതെ ടൂളല്ല. ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ടൂൾസ് പറയുകയാണെങ്കിൽ അനക്ടോട്ടൽ റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, ക്വസ്റ്റ്യനെയർ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ദെൻ റേറ്റിംഗ് സ്കെയിൽ ടെസ്റ്റിംഗ് ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടൂൾസിൻ്റെ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇനി ടെക്നിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, സോഷ്യോമെട്രി ഇതൊക്കെ ടെക്നിക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ? ഈ കൊടുത്തിരിക്കുന്ന ടൂൾ അല്ലാത്ത ഏതാണ്? സോഷ്യോമെട്രി ആണ്. ബാക്കി എല്ലാതും ടൂളാണ്. ഓക്കെ, സോഷ്യോമെട്രി ഒരു ടെക്നിക്കാണ്. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു എ പ്രൊജക്റ്റഡ് എയ്ഡ്? ഓപ്ഷൻസ് ആർ ബ്ലാക്ക് ബോർഡ്, ഡയോറാമ, എപ്പിഡയാസ്കോപ്പ് ആൻഡ് ഗ്ലോബ്. ആൻഡ് ദ ആൻസർ ഈസ് എപ്പിഡയാസ്കോപ്പ്. എപ്പിഡയാസ്കോപ്പ് മാത്രമാണ് എന്ത് പ്രൊജക്റ്റഡ് എയ്ഡ്. ബാക്കി എല്ലാതും നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ഇപ്പോൾ ബ്ലാക്ക് ബോർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബോർഡ് ഒരു ഡിസ്പ്ലേ ബോർഡാണ്, ഡയോറാമ 3D എയ്ഡ്സ് ആണ്, ഗ്ലോബ് ഗ്രാഫിക് എയ്ഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി AV ഓഡിയോ വിഷ്വലിൻ്റെ കാര്യത്തിൽ കുറേ അധികം പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ്.
പ്രൊജക്റ്റഡ് എയ്ഡ്സ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റി എയ്ഡ്സ്. എപ്പിഡയോസ്കോപ്പ് പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ബാക്കി 3 കൊടുത്തിരിക്കുന്നതിൽ ബാക്കി 3 നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ഫസ്റ്റ് വൺ പറയുന്ന ബ്ലാക്ക് ബോർഡ് ഡിസ്പ്ലേ ബോർഡാണ്. ഡയോറാമർ 3D എയ്ഡ്സ് ആണ്. ഗ്ലോബ് ഗ്രാഫിക് എയ്ഡ്സ് ആണ്. ഓക്കെ. ആൻഡ് ദ 7th വൺ ഈസ് why do teachers use teaching aid? Options are to make learning interesting, to teach within understanding level of students. Third one, for students' attention, and last, to make students attentive. And the answer is to make learning interesting. Teachers use teaching aid. Teaching aid ഉപയോഗിക്കുന്നതിന് കാരണം പറയുകയാണെങ്കിൽ തന്നെ to make learning interesting. വളരെയധികം എളുപ്പമുള്ള ചോദ്യമാണ്. ജസ്റ്റ് ലോജിക്ക് നോക്കിയാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. And the 8th one is what are 3 components of the educational process? Options are education, teacher and books, teacher, student and education, teaching, learning and practice, direction, instruction and skill. And the correct option is option B, teacher, student and education. And the 9th one is who emphasized that education should be a social process? Options are Swami Vivekananda, Rousseau, John Dewey, Pestalozzi. And the correct answer is ജോൺ ഡീവി. ജോൺ ഡീവി ഒരു അമേരിക്കൻ ഫിലോസഫറാണ്, എഡ്യൂക്കേഷൻ റിഫോമറാണ്. സ്കൂൾ ഓഫ് തോട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ പ്രാഗ്മാറ്റിസ്റ്റ് ആണ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇസ് 10th. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ കീ ബിഹേവിയർ ഇൻ ഇഫക്റ്റീവ് ടീച്ചിങ്? ഓപ്ഷൻസ് ആർ യൂസിങ് സ്റ്റുഡൻറ്റ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻ, സ്ട്രക്ചറിങ്, ഇൻസ്ട്രക്ഷൻ വെറൈറ്റി ആൻഡ് ക്വസ്റ്റ്യനിങ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഡോളസൻറ്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും റിവൈസ് ചെയ്യുക. തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.